ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈസി ക്രാക്ക് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് താൽക്കാലിക വർത്തമാനകാല രൂപത്തിനെ കുറിച്ചിട്ടാണ്. ഹിന്ദിയിൽ താൽക്കാലിക വർത്തമാനകാല രൂപത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട് കേട്ടോ. അപൂർണ വർത്തമാൻ കാൽ എന്നാണ്. ഇനി താൽക്കാലിക വർത്തമാനകാലം എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പാകാം. ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് താൽക്കാലിക വർത്തമാനകാൽ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് നോക്കാം. താൽക്കാലിക വർത്തമാനകാല രൂപത്തിൽ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് രഹാഹെ എന്ന് വെച്ചിട്ട് അവസാനിപ്പിക്കും, രഹേ ഹൈം എന്ന് വെച്ചിട്ട് അവസാനിപ്പിക്കും, രഹീഹെ എന്ന് വെച്ചിട്ടും അവസാനിപ്പിക്കും, രഹീഹൈം എന്ന് വെച്ചിട്ടും അവസാനിപ്പിക്കും. അതുപോലെ തന്നെ രഹാഹും എന്ന് വെച്ചിട്ടും അവസാനിപ്പിക്കും, രഹീഹും എന്ന് വെച്ചിട്ടും അവസാനിപ്പിക്കും. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പം അത് പുല്ലിംഗം ഏകവചനത്തിലാണെങ്കിൽ, അതായത് ഒരാൾ മാത്രമാണ് പുല്ലിംഗം ഏകവചനത്തിലാണെങ്കിൽ ആ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് രഹാഹെ എന്ന് വെച്ചിട്ടാണ് ആ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ബാലൻ പുസ്തക് പഠ് രഹാഹെ, അതായത് ബാലൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടേ പോവുകയാണല്ലോ അല്ലേ, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രഹാഹെ എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് പുല്ലിംഗം ബഹുവചനത്തിലാണ് കേട്ടോ. പുല്ലിംഗം ബഹുവചനത്തിലാണ് സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നതെങ്കിൽ രഹേ ഹൈം എന്ന് വെച്ചിട്ടാണ് ആ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. രാം അവർ ബാലു പുസ്തക് പഠ് രഹേ ഹൈം, അതായത് രാം അവർ ബാലു എന്ന് പറഞ്ഞാൽ രാമനും ബാലുവും രണ്ടാൾ കൂടിയിട്ട് നമ്മൾ രാമനും എന്ന് പറയുന്നതിനാണ് ഇവിടെ അവർ എന്ന് ചേർക്കുന്നത്. അപ്പോൾ രാം അവർ ബാലു, രാമനും ബാലുവും പുസ്തക് പഠ് രഹേ ഹൈം. അപ്പോൾ ഇവിടെ പഠ് രഹാഹെ എന്ന് പറയില്ല, ഇവിടെ പഠ് രഹേ ഹൈം എന്നാണ് ഇവിടെ ഉപയോഗിക്കുക. അതായത് പുല്ലിംഗം ബഹുവചനാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ പഠ് രഹേ ഹൈം എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് സ്ത്രീലിംഗം ഏകവചനത്തിൽ, സ്ത്രീലിംഗം ആവുകയും ചെയ്യുക, ഏകവചനം ആവുകയും ചെയ്യുക. അപ്പം ആ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് രഹീഹെ എന്ന് വെച്ചിട്ടാണ്. എക്സാമ്പിൾ, സീത പുസ്തക് പഠ് രഹീഹെ എന്ന് മനസ്സിലായല്ലോ. സീത എന്ന് പറഞ്ഞത് ഏകവചനാണ്. സീത പുസ്തക് പഠ് രഹീഹെ, സീത പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു, തുടർന്ന് പോകുന്ന സെൻറ്റൻസ് ആണ് ഇതില്ലേ. അപ്പോൾ ഇവിടെ രഹീഹെ എന്നാണ് വന്നത്. അപ്പം സ്ത്രീലിംഗം ഏകവചനത്തിൽ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് രഹീഹെ എന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സ്ത്രീലിംഗം ബഹുവചനത്തിലാണ് അടുത്തത്. സ്ത്രീലിംഗം ബഹുവചനത്തിൽ സെൻറ്റൻസ് അവസാനിപ്പിക്കുന്നത് രഹീഹൈം എന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സീത അവർ മീര പുസ്തക് പഠ് രഹീഹൈം. ഇപ്പം നോക്കാമല്ലോ, സീതയും മീരയും, സീത അവർ മീര, സീതയും മീരയും പുസ്തക് പഠ് രഹീഹൈം, പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നത് കണ്ടല്ലോ രഹീഹൈം, ഇവിടെ രണ്ടാളാണ്, സീതയും മീരയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് രഹീഹൈം എന്നാണ്. അപ്പോൾ സ്ത്രീലിംഗം ബഹുവചനത്തിലാണ് രഹീഹൈം എന്ന് വരിക. അടുത്തത് മേം എന്ന് ഉപയോഗിക്കുമ്പോൾ, മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു വാചകം പറയുമ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എങ്ങനെയാണത് ഉപയോഗിക്കുക എന്ന് നോക്കാം. മേം കർത്താവായി വരുമ്പോൾ പുല്ലിംഗത്തിൽ ആ വാക്ക് അവസാനിപ്പിക്കുന്നത് രഹാഹും എന്ന് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മേം കർത്താവായി വരുമ്പോൾ അത് സ്ത്രീലിംഗത്തിൽ സ്ത്രീയാണ് പറയുന്നതെങ്കിൽ രഹീഹും എന്ന് വെച്ചിട്ടാണത് അവസാനിപ്പിക്കുക. നമുക്ക് ഉദാഹരണം നോക്കാം. മേം പഠ് രഹാഹും, ഇതൊരു പുല്ലിംഗമായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. മേം പഠ് രഹാഹും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കണ്ടല്ലോ രഹാഹും എന്നുകൊണ്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി സ്ത്രീയാണെങ്കിലോ മേം പഠ് രഹീഹും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ ഇത് സ്ത്രീയാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം വന്നിട്ടുള്ളത് രഹീഹും എന്ന് വെച്ചിട്ടാണ്. ഇത്രയും നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി കൂടുതൽ എക്സാമ്പിളുമായിട്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ഇടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്